ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യാം ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവതവശിഖാതാപസമ്പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ശങ്കര സ്തോത്ര തരംഗിണി 51 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശിവാനന്ദ ലഹരിയാണ് നമ്മളിപ്പോൾ വ്യാഖ്യാനം കാണുന്നത്. 13 ശ്ലോകങ്ങൾ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തു. ഇപ്പൊ നമ്മൾ ആദ്യത്തെ 3 ശ്ലോകങ്ങളും പിന്നെ 11, 12, 13 3 ശ്ലോകങ്ങളും ചൊല്ലുകയാണ്. എന്നിട്ട് നമുക്ക് കിടക്കാം. ഓം കലാഭ്യാം ചൂഡാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതബലാഭ്യാം ഭവതു മേ. ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തി ധീകുല്യാ സരണിഷു പദന്തി വിജയദാം. ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനന്ദലഹരി. ത്രയീവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജഡാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. 11, 12, 13 ശ്ലോകങ്ങൾ. വടുർവാഗേഹീവാ യതിരപി ജഡീവാ തദിതരോ നരോ വാ യഃ കശ്ചിദ് ഭവതി ഭവ കിം തേന ഭവതി.
നദീ യദീയം ഹൃത്പദ്മം യദി ഭവദധീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. ഗുഹായാം ഗേഹേ വാ ബഹിരഭി വനേ വാ ദൃശികരേ ജൈവാ വന്നൗ വാ വസതു വസതേഃ കിം വദ ഫലം സദാ യസ്യൈവന്ധഃകരണമപി ശംഭോ തവ പദേ സ്ഥിതം ചേത് യോഗോऽസൗ സ ച പരമയോഗീ സ ച സുഖീ. അസാരേ സംസാരേ നിജ ഭജന ദൂരേ ജഡധിയാ ഭ്രമന്തം മാം അന്ധം പരമകൃപയാ പാതുമുചിതം. മദന്യക്കോ ദീനഃ തവ കൃപണരക്ഷാതി നിപുണഃ ത്വദന്യക്കോ വാമേ ത്രിജഗതി ശരണ്യഃ പശുപതേ. ഹരി ഓം. ഇന്നലെ കണ്ട 3 ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ അവസാനം വായിച്ചത്. അതിൽ 11ാമത്തെ ശ്ലോകത്തിൽ അവൻ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല, അതിലൊക്കെ വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനോ ഏതോ ഒരുവനായിക്കോട്ടെ എന്ന്. അവിടെ 11ാം ശ്ലോകത്തിൽ 2ാമത്തെ വരിയിൽ നരോവാ യഹ് കശ്ചിത് ഭവതി എന്നുള്ളതിനേക്കാൾ ഭവതു എന്നുള്ളതാണ് ശരി. ഇതിലുള്ള പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. അത് ഭവതു എന്നാക്കണം. ഭവിച്ചോട്ടെ, ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. ഹേ ഭവ കിം തേന ഭവതി, അല്ലയോ മഹാദേവ, അതുകൊണ്ട് ഇപ്പം എന്താ വലിയ കാര്യം? ഒരാളുടെ ആശ്രമമോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വമോ അല്ല കാര്യങ്ങളെ നിശ്ചയിക്കുന്നത്. പിന്നെയോ യദീയം ഹൃത്പദ്മം യദി ഭവദധീനം പശുപതേ, ആരുടെ ഹൃദയകമലമാണോ അങ്ങയുടെ അധീനത്തിലായിരിക്കുന്നത് ഹേ പശുപതേ, തദീയസ്ത്വം ശംഭോ, ഹേ ശംഭോ ത്വം തദീയഃ ഭവസി, അങ്ങ് അവൻ്റേതായി ഭവിക്കുന്നു. ഭവഭാരം ച വഹസി, അവന്റെ സംസാര ദുഃഖങ്ങളെയും അങ്ങ് തീർത്തു കൊടുക്കുന്നു, അഥവാ യോഗക്ഷേമങ്ങളെ അങ്ങ് വഹിക്കുന്നു, ഭവഭാരത്തെ അങ്ങ് വഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഹൃദയ പത്മമാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള വേഷം കെട്ടിലൊന്നും വലിയ കാര്യം ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എവിടെയാണ് വസിക്കുന്നത്, വാസസ്ഥാനം എവിടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഗുഹയിലാവട്ടെ, ഗൃഹത്തിലാവട്ടെ, പർവ്വത ശിഖരത്തിലാകട്ടെ, വനത്തിലാകട്ടെ, ജലത്തിലാകട്ടെ, അഗ്നിയിലാകട്ടെ, വസതേഹേ കിം ബലം, വസതി കൊണ്ട് എന്താ വലിയ കാര്യം? വധ അങ്ങ് തന്നെ പറയൂ. അപ്പോ സദാ എപ്പോഴും യസൈവ അന്ധകരണമപി ശംഭോ തവ പദേ സ്ഥിതം ചേത്, ആരുടെ അന്ധകരണമാണോ അങ്ങയുടെ പാദങ്ങളിൽ ഉറച്ചിരിക്കുന്നത്, അസൗ യോഗ, അതാണ് ശരിയായ യോഗം, സച പരമയോഗി, അവനാണ് യഥാർത്ഥ യോഗി, സച സുഖി, ആ യോഗിയാണ് യഥാർത്ഥ സുഖിയും, അവനാണ് ആനന്ദം അനുഭവിക്കുന്നവൻ. അതുകൊണ്ട് വാസസ്ഥാനങ്ങൾക്കല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, മനസ്സ് എവിടെ വസിക്കണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ശരീരം എവിടെ വസിക്കണം എന്നല്ല, അല്ലേ? അതൊന്ന് മനസ്സിലാക്കാവുന്നത്. നിങ്ങളുടെ ശരീരം എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സ് എവിടെ ഇരിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ ഭഗവാന്റെ പാദത്തിലാണോ മനസ്സിരിക്കുന്നത്, അവനാണ് യോഗി. അല്ലാതെ ശരീരം കൊണ്ട് തലകീഴായി നിന്നിട്ടോ, പത്മാസനത്തിൽ ഇരുന്നിട്ടോ, വജ്രാസനത്തിൽ ഇരുന്നിട്ടോ, സർവാംഗാസനത്തിൽ ഇരുന്നിട്ടോ, ഏതെങ്കിലും ആസനത്തിൽ ഇരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുടികൾ ഉണ്ടാക്കിയിട്ടാക്കി അതിൽ താമസിച്ചതുകൊണ്ടോ, തപസ് ചെയ്തതുകൊണ്ടോ, ജലത്തിൽ ഇരുന്നിട്ടോ ഒന്നും വലിയ കാര്യം ഇല്ല. മനസ്സ് ഭഗവാനിലിരിക്കണം. അപ്പൊ നിങ്ങളുടെ സ്ഥൂല ശരീരത്തിനല്ല പ്രാധാന്യം, സൂക്ഷ്മ ശരീരം ഭഗവാനിലിരിക്കണം. അതാണ് 12ാം ശ്ലോകത്തിന്റെ താല്പര്യം. അത് കഴിഞ്ഞ് 13ാം ശ്ലോകത്തില് ഞാൻ ജഡബുദ്ധി കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നതിൽ നിന്ന് വളരെ വിമുഖനായി അസാരമായ സംസാരത്തിൽ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള അന്ധനായ എന്നെ ഹേ പരമ, അല്ലയോ ഉത്കൃഷ്ടനായവനെ, ശ്രേഷ്ഠനായവനെ, കൃപയാ പാതും ഉചിതം, അങ്ങയുടെ കരുണ കൊണ്ട് അങ്ങ് രക്ഷിക്കണം. എൻ്റെ യോഗ്യത കൊണ്ടല്ല,
എനിക്ക് ഒരു യോഗ്യതയില്ല, കാരണം ഞാൻ അങ്ങയിൽ നിന്ന് വിമുഖനായിട്ട് അലഞ്ഞു തിരിയാണ് സംസാരത്തില്. അപ്പൊ അങ്ങയുടെ കൃപയാ പാതും ഉചിതം, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങ് പാലിക്കേണ്ടത്. എന്നെ പോലൊരു ദീനൻ വേറെയുണ്ടോ? അങ്ങയെ പോലെ ലോകത്തിലെ ശരണ്യനും കൃപണന്മാരെ രക്ഷിക്കുന്നതിൽ നൈപുണ്യമുള്ളവനുമായിട്ട് വേറെ ആരാണുള്ളത്? അങ്ങല്ലേ പശുപതി, ഞാനല്ലേ പശു. അപ്പൊ ഒരു പശുവിന് വല്ല വിവരമുണ്ടോ? ആ പശു പല ആപത്തിലേക്ക് നടന്നു പോകും. അപ്പൊ പശുവിനെ രക്ഷിക്കുന്നവരുടെ ഡ്യൂട്ടിയാണ് എന്ത്? പശുവിനെ ആപത്തിലേക്ക് പോകാതെ നോക്കുക, അല്ലെ? പശുക്കൾ വഴിതെറ്റി വല്ല കാട്ടിലേക്കൊക്കെ പോകുമ്പോ പശുവിനെ പാലിക്കുന്ന ഗോപാലന്മാരെന്ത് ചെയ്യും? അതിനെ അവിടുന്ന് ആട്ടിക്കൊണ്ടുവരും, നേരായ വഴിയിലേക്ക് കൊണ്ടുവരും. പശുവിനെ വിട്ടുകഴിഞ്ഞാൽ അത് അതിന്റെ പാട്ടിന് പോകും. അപ്പൊ പശുവിന് വിവരമില്ലാത്തത് കൊണ്ട്, വിവേകമില്ലാത്തത് കൊണ്ട്, അതിന് സ്വന്തം ഹിതം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ആ പശുവിനെ എങ്ങനെയാണോ പശുപാലന്മാർ നയിക്കുന്നത്, അതുപോലെ ദീനനായ പശുവായ എന്നെ പശുപതിയായ പ്രഭുവായ അങ്ങ് രക്ഷിക്കണം. അങ്ങേപോലെ ശക്തനായിട്ടും യോഗ്യനായിട്ടും വേറൊരാള് ഇല്ല എന്ന് 13-ാം ശ്ലോകത്തിലും പ്രാർത്ഥിച്ചു. ഇനി തുടർന്ന് 14-ാം ശ്ലോകവും സമാനമായിട്ടുള്ള ആശയമാണ്. നോക്കാം. പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധുഃ പശുപതേ പ്രമുഖ്യോഹം തേഷാം അപി കിമുത ബന്ധുത്വമനയോഃ ത്വയൈവ ക്ഷന്തവ്യാ ശിവ മദപരാധാശ്ച സകലാഃ പ്രയത്നാ കർത്തവ്യം മദവനം ഇയം ബന്ധുസരണിഃ. അതിന്റെ മലയാളം വായിക്കാം. 14 മലയാളം. ദീനന്മാർക്കുറ്റബന്ധു പരമശിവ ഭവാൻ, ദീനരിൽ മുമ്പനും ഞാൻ എന്നല്ല നമ്മൾ തമ്മിൽ പറകിലൊരു തരം ബന്ധവും കൂടിയില്ലേ. എന്നും സർവേശനങ്ങുന്നിവനുടെ പിഴകൾക്കൊക്കെ മാപ്പേകി വേഗം നന്നായി പാലിപ്പതിനായി തുനിയണമിതുതാൻ ബന്ധുകൃത്യം നിനച്ചാൽ. നല്ലോണം ഭഗവാന്റെ അടുത്ത് ന്യായം പറഞ്ഞ് വിലപേശാനൊക്കെ അറിയാം എന്ന് പറയാം. ആർക്ക്? ആദിശങ്കര ഭഗവത് പാദർക്ക്. എന്താ പറയണത്? പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപതേ. ഹേ പശുപതേ, ജീവന്മാരാകുന്ന പശുക്കളെ മുഴുവൻ രക്ഷിക്കുന്നവനെ പശുപാലക, ലോകരക്ഷക. ത്വം പ്രഭുഹു, ആർക്ക്? ദീനാനാം. അപ്പൊ ദീനന്മാരായിരിക്കുന്ന എല്ലാവർക്കും പ്രഭുവായിരിക്കുന്ന, രക്ഷകനായിരിക്കുന്ന ആള് അങ്ങല്ലേ. ഖലു, ഖലു എന്നുള്ളത് പ്രസിദ്ധിയെ സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങ് തന്നെയാണ് ദീനന്മാർക്ക് മുഴുവൻ യജമാനൻ. അവശന്മാരായിട്ടുള്ള ആളുകളെ മുഴുവൻ രക്ഷിക്കുവാൻ യോഗ്യനായിട്ടുള്ള ആള്. അങ്ങനെയുള്ള അങ്ങ് പരമബന്ധുഹു പ്രഭുഹു, എല്ലാവർക്കും പരമബന്ധുവാണ്. സാധാരണ ബന്ധുവല്ല, പരമബന്ധു. സാധാരണ ബന്ധുക്കളൊക്കെ നമുക്ക് ആപത്ത് വന്നു കഴിഞ്ഞാൽ ഓടിപ്പോവും. പല ബന്ധുക്കളും അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും നന്മകൾ ഉണ്ടാവുമ്പോ, ധനം ഉണ്ടാവുമ്പോ, യശസ് ഉണ്ടാവുമ്പോ, വിജയം ഉണ്ടാവുമ്പോഴൊക്കെ നമ്മുടെ കൂടെ കൊണ്ടാടാൻ ധാരാളം ബന്ധുക്കൾ ഉണ്ടാവും. നമുക്ക് ഏതെങ്കിലും ആപത്തുകൾ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല ഇവരൊന്നും. കടം ചോദിച്ചാലോ എന്ന് പറഞ്ഞ് പേടിച്ചോടും. നമുക്ക് ദാരിദ്ര്യം വന്നാൽ അവരുടെ നിന്ന് കടം ചോദിച്ചാലോ സഹായം ചോദിച്ചാലോ എന്ന് പറഞ്ഞ് പേടിച്ചോടും. നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആശുപത്രിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അയ്യോ സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോകും നമ്മളെ ശുശ്രൂഷിക്കാൻ. ഇനി ഇപ്പോഴത്തെ കാലമാണെങ്കിലോ വല്ല കൊറോണയൊക്കെയാണ് നമുക്ക് വന്നെങ്കിലോ ബന്ധുക്കൾ ആരും ഈ ലോകത്തെ ഉണ്ടാവില്ല, ആരും എത്തി നോക്കാനുണ്ടാവില്ല. കാരണം അവർക്ക് പേടിയാണ് അവരുടെ ജീവനെ. സ്വന്തം കൊച്ചു കുട്ടികൾക്ക് കൊറോണ വന്നിട്ട് ആ കുട്ടികളെ ഒറ്റയ്ക്ക് ആംബുലൻസിൽ തന്നെ കയറി പോണു കുട്ടികൾ. അച്ഛനും അമ്മയൊന്നും കൂടെ പോകുന്നില്ല, ബന്ധുക്കൾ ആരും കൂടെ പോകുന്നില്ല. ആ ഹെൽത്ത് വർക്കേഴ്സ് കൂട്ടിട്ട് വന്നിട്ട് ആംബുലൻസിൽ കയറ്റിയിട്ട് പോകണു. അതാണ് അവസ്ഥ. അപ്പൊ ജീവനോടിരിക്കുമ്പോഴേ കുട്ടികളുടെ അടുത്ത് ഇതാണ് അവസ്ഥ. അപ്പൊ പിന്നെ മരിച്ചാ പിന്നെ പറയേണ്ട കാര്യമില്ല. കൊറോണ വന്ന് മരിച്ച ആളുകളെ അടക്കം ചെയ്യുന്നതൊക്കെ വിദേശത്തൊക്കെ കാണുന്നുണ്ട്. ആ അടക്കം ചെയ്യുന്നവർ തന്നെ PPE അല്ലെ, ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടും
അവർക്ക് തന്നെ പേടിയാണ്. അവർ എത്രയോ ദൂരെയാണ്, എന്തൊക്കെ കൊണ്ടാണ് അവർ ക്രെയിൻ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും ആ കുഴിയിലിട്ടിട്ട് മൂടിയിട്ട് വരണം. അവർക്ക് അത്രേ ഉള്ളൂ. അതും എത്ര ആഴത്തിലാണ് കുഴി കുഴിക്കുന്നത്. അപ്പോ ആപത്ത് വന്നു കഴിഞ്ഞാല് ഈ പറയുന്ന ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല. എന്നാൽ ഭഗവാനെ നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭഗവാൻ നമ്മുടെ എല്ലാം അല്ലേ, ആത്മസ്വരൂപനല്ലേ. അതുകൊണ്ട് ഭഗവാനെ നമ്മളെ ഏത് കാലത്തും ഉപേക്ഷിക്കാൻ പറ്റില്ല. ലോകം മുഴുവൻ നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ആളാണ്, എന്നും നമ്മുടെ കൂടെയുള്ള ആളാണ് ഭഗവാൻ. അത് നമ്മൾ ഏത് ലോകത്ത് പോയാലും ശരി, നമുക്ക് എന്ത് സംഭവിച്ചാലും ശരി, നമ്മുടെ ഈ ദേഹം വീണുപോയാലും അല്ലേ, നമ്മുടെ കൂടെയുള്ള ഒരാള് ഭഗവാൻ മാത്രമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതാണ് പരമബന്ധു. ബാക്കിയുള്ളവരൊക്കെ റിലേറ്റീവ്സ് ആണ് അല്ലേ. ഭഗവാൻ റിലേറ്റീവ് അല്ല, ഭഗവാൻ ആബ്സല്യൂട്ട് ആണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാപേക്ഷികന്മാരാണ്, അപേക്ഷയോട് കൂടിയവരാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുണ്ട്, അതാണ് അപേക്ഷ. നമ്മളെ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ അവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുണ്ട്. നമ്മളിൽ നിന്നും ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായോ, ആരും നമ്മുടെ ചുറ്റും കാണില്ല. നമുക്ക് വയസ്സായി, സമ്പാദ്യമൊക്കെ കുറഞ്ഞു, ആരോഗ്യമില്ല, തീരെ കിടപ്പിലാണ് എന്ന് വിചാരിച്ചാൽ സ്വന്തം മക്കൾ പോലും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. പിന്നെയല്ലേ നാട്ടുകാര്, പിന്നെയല്ലേ മറ്റു ബന്ധുക്കള്. അപ്പോൾ ഭഗവാനാണ് വാസ്തവത്തിൽ പരമബന്ധു. എല്ലാവർക്കും ശാശ്വതനായിട്ടുള്ള ബന്ധു ഭഗവാനാണ്. അതാണ് സത്യം. അത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ ഏറ്റവും നല്ലത്. ആ ഭഗവാനെ മുറുക്കെ പിടിക്കുക, ബാക്കിയുള്ളവരെയൊക്കെ തൽക്കാലം പിടിക്കാം നമുക്ക്. കാരണം അവരെപ്പോ വേണമെങ്കിൽ കൊതറി നമ്മുടെ കൈ വിടുവിച്ച് ഓടിപ്പോകാം. സോ ലെറ്റ് ദം ഗോ. പോകുന്നവരൊക്കെ പോട്ടെ. പോകാത്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, അത് ഭഗവാൻ മാത്രമാണ്, പരമബന്ധു. ആ പദം വളരെ നല്ലൊരു പ്രയോഗമാണ്. പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപതേ പ്രമുഖ്യോഹം തേഷാം അപി കിമുത ബന്ധുത്വമനയോഃ. അപ്പോ നമ്മള് തമ്മിലുള്ള അനയോഹോ ബന്ധുത്വം കിമുത, നമ്മൾ തമ്മിലുള്ള ബന്ധുത്വം കിമുത പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് കൈമുതിക ന്യായേന ചോദിക്കുകയാണ്. എന്താ കാരണം വെച്ചാല് പ്രമുഖ്യോഹം തേഷാമപി, തേഷാമപി അഹം പ്രമുഖ്യ. ഇവിടെ തേഷാം എന്ന് പറഞ്ഞാൽ മുൻവരിയിൽ പറഞ്ഞ ദീനാനാം. അപ്പൊ തേഷാം ദീനാനാം പ്രമുഖ്യ അഹം, ത്വം ദീനാനാം പരമബന്ധു. അങ്ങ് ദീനന്മാർക്ക് മുഴുവൻ പരമബന്ധുവായ പ്രഭുവാകുന്നു, ഞാനോ ദീനന്മാരിൽ പ്രമുഖ്യനാകുന്നു. പ്രമുഖ്യൻ എന്നാലോ അഗ്രഗണ്യൻ, നമ്പർ 1. ഐ എം ദ മോസ്റ്റ് എലിജിബിൾ വൺ. ദീനന്മാരെ നോക്കുമ്പോ എല്ലാം കൊണ്ടും പരവശത, ദൈന്യം വന്നിട്ടുള്ള ഒരാള് ആരാന്ന് നോക്കിയാൽ ലിസ്റ്റില് നമ്പർ 1 ആയിട്ട് ഞാനുണ്ട്. അപ്പൊ അങ്ങ് ദീനബന്ധു, ഞാൻ ദീനൻ നമ്പർ 1. അപ്പൊ നമ്മൾ തമ്മിൽ ശരിക്കുള്ള ബന്ധം ആയില്ലേ? ദീനബന്ധുവിന്റെ ജോലി എന്താണ്? ദീനനെ രക്ഷിക്കലാണ്. അപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ല ബന്ധമാണ്. അതാണ് കിമുത അനയോഹോ ബന്ധുത്വം. ഈ ദീനബന്ധുവായിരിക്കുന്ന അങ്ങും ദീനനായിരിക്കുന്ന ഞാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പിന്നെ പറയാനുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അങ്ങയുടെ പേര് മാറ്റണം കേട്ടോ. ഏത്? ദീനബന്ധു എന്നുള്ള പേരങ്ങോട്ട് മാറ്റിക്കോളൂ. ദീനബന്ധു എന്നുള്ള പേര് മാറ്റിയിട്ട് അങ്ങ് എന്റെ ബന്ധു അല്ല എന്ന് പറഞ്ഞോളൂ. പക്ഷെ അത് അങ്ങേക്ക് സാധിക്കുമോ? അത് അങ്ങേക്ക് ഭൂഷണമാണോ? ലോകം മുഴുവൻ അങ്ങയെ ദീനബന്ധു എന്ന് വിളിക്കുമ്പോ എല്ലാവരും കൃപാസമുദ്രമായി അങ്ങയെ കാണുമ്പോ തീർച്ചയായിട്ടും അങ്ങേക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങ് ദീനബന്ധു നമ്പർ 1 ആണ്, ഞാനോ ദീനൻ നമ്പർ 1 ആണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്റിമേറ്റ് ആയിട്ടുള്ള ബന്ധമാണ് അല്ലേ, ഏറ്റവും അടുത്ത ബന്ധമാണ്. ഒരു ആവശ്യക്കാരനും ഒരു കൺസ്യൂമറും ഒരു വെണ്ടറും ഒരു കച്ചവടക്കാരനും തമ്മിലുള്ള ബന്ധം പോലെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം അല്ലേ. ഏതെങ്കിലും ഒരു സാധനം വിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ ഏറ്റവും നല്ല ഉപഭോക്താവല്ലേ അയാളുടെ ഏറ്റവും നല്ല ബന്ധു.
നിരന്തരം അയാളുടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഉപഭോക്താവാണ്. ഒരു പച്ചക്കറി കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ നിന്ന് നിത്യം ധാരാളം പച്ചക്കറി വാങ്ങിക്കുന്ന ആളാണ് അയാളുടെ ബന്ധു, അയാളെ ഏറ്റവും സഹായിക്കുന്ന ആള്. ഒരു സ്വർണ്ണ കച്ചവടക്കാരന് അയാളുടെ നിന്ന് എപ്പോഴും സ്വർണം വാങ്ങിക്കുന്ന അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധു. ആ റിലേഷൻഷിപ്പ് അവരത് കീപ്പപ്പ് ചെയ്യും എപ്പോഴും, അല്ലെ? ഇന്നത്തെ കാലത്താണെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ബന്ധുക്കളാണ് കേട്ടോ, നമ്മൾ ബന്ധുക്കളാണ് കേട്ടോ, നമ്മൾ ബന്ധുക്കളാണ് കേട്ടോ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ റോള് ദീനബന്ധു, എന്റെ റോള് ദീനൻ. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധുത്വത്തെ കുറിച്ച് ചോദിക്കാനുണ്ടോ? കേ മൂത്ത എന്ന് ചോദിച്ചാൽ പിന്നെ പറയണോ എന്നാണ് അതിന്റെ അർത്ഥം. പറയേണ്ടതുണ്ടോ? അതിനാണ് കൈമുതിക ന്യായം എന്ന് പറയുന്നത്. കിമുത എന്നുള്ള ഭാവമാണ് കൈമുതികം. കൈമുതിക ന്യായം എന്ന് പറഞ്ഞാൽ പറയേണ്ടതുണ്ടോ എന്നർത്ഥം. ഇപ്പൊ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഹോ ത്വയൈവ ക്ഷന്തവ്യാഃ ശിവ മദപരാധാശ്ച സകലാഃ. ഹേ ശിവ, അല്ലയോ മംഗളമൂർത്തേ, മത് അപരാധാശ്ച സകലാഃ ത്വയായേവ ക്ഷന്തവ്യാഃ. ദീനനായിട്ടുള്ള എന്റെ ഭാഗത്ത് നിന്ന് അപരാധങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് എന്റെ സ്വഭാവമാണ്, എന്റെ പ്രകൃതിയാണ്. ഞാൻ അവശനാണ്. ഒരു പശു വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പശുവിന്റെ സ്വഭാവമാണ്. അതിനെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ളത് പശുപതിയായ പശുപാലകന്റെ ഡ്യൂട്ടിയാണ്. ആ പശു വഴിതെറ്റി എന്ന് പറഞ്ഞിട്ട് ആ പശുവിനെ വല്ലാതെ അടിച്ച് കൊല്ലുവോ? ചിലപ്പോ ഒരടിയൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അടിക്കും. അടിച്ചു കൊല്ലില്ലല്ലോ. അടിച്ചു കൊന്നാ പിന്നെ പശുവിന്റെ പണി കഴിഞ്ഞില്ലേ, പിന്നെ പാല് കറക്കണ്ടല്ലോ. അപ്പൊ വഴി നേരെയാക്കാൻ വേണ്ടി ഒരു ശിക്ഷ കൊടുത്തു എന്നല്ലാതെ അതിനെ തല്ലിക്കൊല്ലാൻ ഉദ്ദേശമൊന്നും, അത്ര ശത്രുതയൊന്നും ആർക്കില്ല, പശുപാലകനില്ല. അപ്പൊ അതുപോലെ ഞാനും പലപ്പോഴും വഴിതെറ്റും, പല അപരാധങ്ങളും ഞാൻ ചെയ്യും. അതൊക്കെ ചെയ്യുമ്പോഴും അങ്ങയുടെ കർത്തവ്യമാണ് എന്ത്? എന്റെ അപരാധങ്ങളൊക്കെ ക്ഷമിക്കുക എന്നുള്ളത്. മത് അപരാധാശ്ച സകലാഃ ത്വയായേവ ക്ഷന്തവ്യാഃ. അങ്ങയാൽ തന്നെ ക്ഷമിക്കപ്പെടേണ്ടതാണ്. കാരണം അങ്ങ് ശിവനല്ലേ, അങ്ങ് മംഗളമൂർത്തിയല്ലേ. മംഗളമൂർത്തിയും ക്ഷമാമൂർത്തിയുമായിരിക്കുന്ന കാരുണ്യമൂർത്തിയായ അങ്ങ് എന്റെ തെറ്റുകളൊക്കെ പൊറുക്കണം. ഞാൻ വഴിതെറ്റി സംസാരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വിഷയഭോഗങ്ങളുടെ പുറകെ മരുമരീചിക തേടി പോയിക്കൊണ്ടേയിരിക്കും, അങ്ങയിൽ നിന്ന് വിമുഖനായിക്കൊണ്ടേയിരിക്കും. അപ്പോ അങ്ങ് തന്നെ അങ്ങയോട് പിടിച്ചു കെട്ടണം. പശുവിനെ പാശം കൊണ്ട് ബന്ധിക്കുന്നത് പോലെ അങ്ങ് തന്നെ സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് എന്നെ അങ്ങയിലേക്ക് ബന്ധിക്കണം. ത്വയൈവ ക്ഷന്തവ്യാഃ ശിവമദപരാധാശ്ച സകലാഃ പ്രയത്നാത് കർത്തവ്യം മദവനം ഇയം ബന്ധുസരണിഃ. അങ്ങയുടെ പ്രയത്നാത് കർത്തവ്യം മദവനം. മദവനം എന്ന് പറഞ്ഞാൽ മദീയം, അവനം എന്ന് പറഞ്ഞാൽ രക്ഷ. അവനം ചെയ്യുക, രക്ഷിക്കുക. അപ്പൊ എന്റെ രക്ഷ പ്രയത്നാത് കർത്തവ്യം, അത് അങ്ങ് പ്രയത്നപൂർവം തന്നെ ചെയ്യേണ്ടതാണ്. അങ്ങയുടെ കർത്തവ്യമാണ്. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. അതിലിപ്പോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങ് അത് ചെയ്തേ പറ്റൂ. അത് ഒഴിവാവാനൊന്നും പറ്റില്ല. കാരണം ഇയം ബന്ധുസരണി, ഇതാണ് ബന്ധുക്കളുടെ മര്യാദ. ബന്ധുസരണി എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ മാർഗം. ഇതാണ് ആ എന്താ പറയാ, ബന്ധുക്കളുടെ ഡ്യൂട്ടി, ഫോർമാലിറ്റി, പ്രോട്ടോകോൾ. ബന്ധു എന്ന് അറിയപ്പെടണമെങ്കിൽ ബന്ധുക്കൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ രക്ഷിക്കുക, അവരുടെ കൂടെ നിൽക്കുക. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഒരു യഥാർത്ഥ ഫ്രണ്ട് ആവശ്യം വരുമ്പോൾ സഹായിക്കുന്നവനാണ്. അതുപോലെ ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കുന്ന മിത്രമാണ് ബന്ധു. അപ്പൊ അത് അങ്ങയുടെ മര്യാദയാണ്, ബന്ധുക്കളുടെ ഉത്തരവാദിത്വമാണ്, അല്ലെ? നമ്മുടെയൊക്കെ പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഒരു ബന്ധുക്കളുടെ ഗൃഹത്തിൽ ഒരു ആപത്തുണ്ടായാൽ ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ അവിടെ ഓടിക്കൂടുകയും വേണ്ടതൊക്കെ ചെയ്യും. ആ ആപത്താൽ ബാധിക്കപ്പെട്ട ആളുകൾ അവിടെ മിണ്ടാതിരുന്നാൽ മതി. ഒരു മരണം ഉണ്ടായ വീട്ടിലാണെങ്കിൽ ആ വീട്ടില് ബാക്കി ആ മരിച്ച ആളുടെ അടുത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവര് ആ വിഷമത്തിൽ അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പൊ ആ വീട്ടിൽ ആവേണ്ട കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? വന്നു ചേർന്ന ബന്ധുക്കളാ നോക്കുക.
മറ്റു വരുന്നതായിട്ടുള്ള ആളുകളെയൊക്കെ സ്വീകരിച്ച് ഈ ഇവിടേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കലും ഓരോരുത്തരെയും കാണിച്ചു കൊടുക്കലും അതുപോലെ ഈ കരയുന്നവരെയൊക്കെ ആശ്വസിപ്പിക്കലും വന്നവരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറയലും അത് കഴിഞ്ഞ് അടക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കലും അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഒരുക്കലും എല്ലാം ആരുടെ പണിയാണ്? ബന്ധുക്കളുടെ പണിയാണ് അല്ലേ? അപ്പോൾ ആപത്ത് വന്നു കഴിഞ്ഞാൽ സഹായിക്കുക എന്നുള്ളതാണ് ബന്ധുക്കളുടെ മര്യാദ. ചിലപ്പോൾ 15 ദിവസം 16 ദിവസം ഈ മരണം കഴിഞ്ഞിട്ടുള്ള പെല എന്ന് പറയുന്നതായിട്ടുള്ള വാലായ്മയൊക്കെ ഉണ്ടാവുമ്പോൾ ആ വീട്ടിൽ പാചകമൊന്നും ചെയ്യില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. അവനവൻ്റെ വീട്ടിൽ അവനവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നില്ല ആൾക്കാർ. പിന്നെയല്ലേ അല്ലേ, കാറ്ററിംഗ് എന്ന് വിളിച്ച് ഓർഡർ കൊടുക്കും. അതാണ് ഇപ്പോൾ എളുപ്പം. അപ്പോൾ ആ ബന്ധുമര്യാദയൊക്കെ മറന്നു. ആ മറ്റത് കാറ്ററിംഗ് ഏരിയ ഉണ്ടായിരുന്നില്ല പണ്ടൊന്നും. വലിയ വിശേഷങ്ങൾക്ക് മാത്രം അതിലുള്ള സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ 2-3 പേരുണ്ടാവും. ബാക്കി നാട്ടുകാരൊക്കെ സഹായിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുക. അപ്പൊ ബന്ധുസരണി എന്ന് പറഞ്ഞാൽ ബന്ധുമര്യാദ, ബന്ധുക്കളുടെ പ്രോട്ടോകോൾ, ഫോർമാലിറ്റി എന്നൊക്കെ പറയുന്ന ആ മര്യാദ, അതാണ് അങ്ങയുടെ ഡ്യൂട്ടിയാണ്. എന്ത്? എൻ്റെ രക്ഷ. മദവനം ഇയം ബന്ധുസരണി. അപ്പൊ എനിക്ക് എന്ത് തെറ്റ് വന്നാലും ആപത്ത് വന്നാലും എപ്പോഴും എന്നെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങ് പ്രയത്നാത് കർത്തവ്യം. അതങ്ങ് ബോധപൂർവം കർത്തവ്യമായിട്ട് തന്നെ ചെയ്യേണ്ടതാകുന്നു. അല്ലാതെ എനിക്ക് സ്വയം രക്ഷിക്കാനുള്ള കഴിവൊന്നും ഇല്ല. ഞാനൊരു മൂഢനാണ്, സംസാരിയാണ്, അജ്ഞാനിയാണ്, വഴിതെറ്റിപ്പോയിക്കൊണ്ടേ ആപത്തുകളിൽ ചെന്ന് ചാടിക്കൊണ്ടേയിരിക്കും എന്ന്. പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധുഃ പശുപതേ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഃ ത്വയൈവ ക്ഷന്തവ്യാഃ ശിവമദപരാധാശ്ച സകലാഃ പ്രയത്നാത് കർത്തവ്യം മദവനം ഇയം ബന്ധുസരണിഃ. ഇപ്പൊ ഭഗവാനോട് ഒരു അവകാശം പോലെ ചോദിച്ചു വാങ്ങുകയാണ് അങ്ങയുടെ കർത്തവ്യം എൻ്റെ രക്ഷ എന്ന്. അടുത്ത ശ്ലോകം 15-ാം ശ്ലോകം. ഉപേക്ഷാ നോ ചേത് ന ഹരസി ഭവധ്യാന വിമുഖാം ദുരാശാഭൂയിഷ്ടാം വിധിലിപിം അശക്തോ യദി ഭവാൻ ശിരസ്തദ്വൈധാത്രം ന ഖലു സുവൃത്തം പശുപതേ കഥം വാ നിർയത്നം കരനഖമുഖേനൈവ ലുളിതം. ഉപേക്ഷാ നോ ചേത് ന ഹരസി ഭവധ്യാന വിമുഖാം ദുരാശാഭൂയിഷ്ടാം വിധിലിപിം അശക്തോ യദി ഭവാൻ ശിരസ്തദ്വൈധാത്രം ന ഖലു സുവൃത്തം പശുപതേ കഥം വാ നിർയത്നം കരനഖമുഖേനൈവ ലുളിതം. മലയാളം നോക്കാം. എന്നും എൻ രക്ഷ ചെയ്വാൻ ഭവനു മനമതിൽ ശങ്കയില്ലായികിലോ നിൻ ധ്യാനത്തിൽ സക്തമല്ലാത്തൊരു അമിത ദുരാപൂർണമെൻ ശീർഷരേഖ മായ്ക്കാൻ നോക്കാത്തതെന്താണ് അതിനുമയി ഭവാൻ ശക്തനാണോർത്തു നോക്കൂ മുന്നം ബ്രഹ്മന്റെ ശീർഷം തനതു കരനഖം കൊണ്ടു നീ നീക്കിയില്ലേ. ഭഗവാനോട് വാസ്തവത്തിൽ അങ്ങയുടെ മര്യാദ പാലിക്കുന്നില്ല കേട്ടോ എന്നാ പറയണത്. അങ്ങയുടെ കർത്തവ്യം പ്രയത്നാത് കർത്തവ്യം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആ കർത്തവ്യത്തിൽ നിന്ന് വാസ്തവത്തിൽ അങ്ങ് ഇത്തിരി വിലകിയിട്ടുണ്ട്, ഒന്ന് വിമുഖനായിട്ടുണ്ട്. ഇത് ന്യായമല്ല കേട്ടോ എന്ന് ഭഗവാനോട് ഇത്തിരി ശണ്ട കൂടുകയാണ് അവകാശം പറഞ്ഞുകൊണ്ട്. അതാണ് ഉപേക്ഷാനോ ചേത്. ആദ്യമേ ചോദിക്കുകയാണ്, ഉപേക്ഷാനോ ചേത്, ഉപേക്ഷയല്ലെങ്കിൽ പിന്നെന്താണിത്? എന്നാൽ എന്നോട് അങ്ങേക്കൊരു അവഗണനയുണ്ട്, ഇൻഡിഫറൻസ് ഉണ്ട്. യു ആർ നോട്ട് ഡൂയിങ് യുവർ ഡ്യൂട്ടി ടുവേർഡ്സ് മീ. ഇങ്ങോട്ട് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ കേട്ടോ ഭഗവാന്, അങ്ങോട്ട് ഡ്യൂട്ടി ഇല്ല. കാരണം ആരാണ് നമ്മൾ? പശുക്കളാണ്.
ഇപ്പൊ നമ്മളൊക്കെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് അച്ഛനമ്മമാരോട് ഡ്യൂട്ടി ഉണ്ടോ? അച്ഛനമ്മമാർക്ക് ഇങ്ങോട്ട് ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ കണക്ക് പറഞ്ഞ് മേടിക്കും അല്ലേ? എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ടത് അമ്മമാര് അച്ഛന്മാര് തന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ ചോദ്യമാണ്, പിന്നെ എന്തിനാ എന്നെ പ്രസവിച്ച്, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചോദിച്ചോളേ നമ്മള്. അവിവേകം അല്ലേ? എത്ര വേദനിപ്പിക്കുക ഒരേ എന്നുള്ളതൊന്നും നമ്മൾക്ക് ചിന്തിക്കാനൊന്നും അന്ന് കഴിവൊന്നുമില്ല. അതുകൊണ്ട് ഉടനെ വരുന്നത്, വായിൽ വരുന്നത്, എന്തിനാ പിന്നെ ഞങ്ങളെ പ്രസവിച്ചത്, എന്തിനാ ജനിപ്പിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേടൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അവര് പാവങ്ങള് ബാധ്യസ്ഥരാണ് നമ്മുടെ എന്ത് ആവശ്യങ്ങളും നിറവേറ്റാനായിക്കൊണ്ട്. അപ്പൊ ആ ഒരു ഭാവം ഭഗവാനോടും ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ആര്? ആദിശങ്കര ഭഗവത്പാദര്. ഉപേക്ഷ അല്ലെങ്കിൽ പിന്നെ എന്താണിത്? ഉപേക്ഷ നോ ചെയ്ത് എന്താ കാരണം? എന്തുകൊണ്ടാ ഉപേക്ഷ എന്ന് പറയുന്നത്? നഹരസി ഭവദ്യാന വിമുഖാം ദുരാശാ ഭൂയിഷ്ടാം വിധിലിപിം. വിധിലിപിയെ നഹരസി. ഇവിടെ വിധിലിപി എന്ന് പറഞ്ഞാൽ വിധിയുടെ ലിപി. ലിപി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുത്ത്, അക്ഷരങ്ങള് അല്ലേ? ലിപിക്കാണ് മലയാളം ലിപി, ഹിന്ദി ലിപി, നാഗരിക ലിപി, ഇംഗ്ലീഷ് ലിപി എന്നൊക്കെ നമ്മൾ പറയില്ല. ലിപി എന്ന് പറഞ്ഞാൽ എഴുത്ത് എന്നർത്ഥമാണ്. അപ്പൊ വിധി ലിപി എന്ന് പറഞ്ഞാലോ ബ്രഹ്മാവിന്റെ എഴുത്ത് എന്ന് വെച്ചാൽ തലയിൽ എഴുത്ത് എന്നർത്ഥം. അപ്പൊ നമ്മുടെ വിധി ലിപിയെ നഹരസി, അങ്ങ് മാച്ചു കളയുന്നില്ല, അങ്ങ് മാറ്റിക്കളയുന്നില്ല. അങ്ങേക്ക് ശ്രദ്ധയില്ല എന്റെ കാര്യത്തിൽ, അതുകൊണ്ട് എന്റെ വിധിലിപിയെ മാറ്റുന്നില്ല. നഹരസി മമ വിധിലിപിം. എങ്ങനെയുള്ളതാണ് എന്റെ വിധിലിപി? ഭവധ്യാന വിമുഖാം ദുരാശാഭൂയിഷ്ടാം വിധിലിപിം. വിധിലിപിയെ വിശേഷിപ്പിച്ചതാണ് രണ്ട് പദങ്ങള്. ഭവധ്യാന വിമുഖാം, അങ്ങയുടെ ധ്യാനത്തിൽ നിന്ന് വിമുഖമായിട്ടുള്ളതാണ് എന്റെ തലയിൽ എഴുത്ത് എന്ന് പറഞ്ഞാലോ ഭഗവാനെ ചിന്തിക്കാനേ തോന്നുന്നില്ല. എന്റെ ജന്മാന്തര കർമ്മങ്ങൾ തന്നെയാണ് എന്റെ വിധിലിപിയായിട്ട് വരുന്നത് അല്ലേ? പൂർവ്വജന്മങ്ങളിലൊക്കെ ചെയ്ത കർമ്മങ്ങളുടെ വാസനയാണ് നമ്മുടെ ഡാറ്റയായിട്ട്, നമ്മുടെ തലയിൽ എഴുത്തായിട്ട് ബ്രഹ്മദേവൻ എഴുതി വയ്ക്കുന്ന. പാവം അങ്ങേരുടെ കുഴപ്പമൊന്നുമല്ല. നമ്മുടെ കയ്യിലിരിപ്പ്, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ നീക്കിയിരിപ്പ്, കഴിഞ്ഞ ജന്മത്തിന്റെ കച്ചവടത്തില് ബാക്കി വന്നതിനെയാണ് നമ്മുടെ വാസന എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് അങ്ങേര് അക്കൗണ്ടിൽ നമ്മുടെ തലയിൽ എഴുതി വെച്ചത്. ഇതാ ഇതൊക്കെയാണ് നിന്റെ കയ്യിലിരിപ്പ്, അതുകൊണ്ട് ഇതിനനുസരിച്ച് തന്നെ നീ തുടർന്നും ജീവിച്ച് ഈ ജന്മത്തിലും അതിന്റെ കഷ്ടതകളൊക്കെ അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പര്. ആ ബ്രഹ്മദേവൻ കുറ്റക്കാരനൊന്നുമല്ല, നമ്മുടെ പൂർവ്വകർമ്മങ്ങളാണ് ആ എഴുതി വെക്കാനുള്ള കാരണം. അപ്പൊ അങ്ങനെയുള്ള ഭവദ്ധ്യാന വിമുഖാം വിധിലിപിം ദുരാശാഭൂയിഷ്ടാം വിധിലിപിം. ദുരാശാഭൂയിഷ്ടാം എന്ന് പറഞ്ഞാല് ദുരാശ കൊണ്ട് വർദ്ധിച്ചത്, ദുരാശ നിറഞ്ഞത്. ഭൂയിഷ്ടം എന്ന് പറഞ്ഞാല് വളർന്നത്, വർദ്ധിച്ചത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ദുരാശാഭൂയിഷ്ടാം വിധിലിപിം. ഇവിടെ ദുരാശ എന്ന് പറഞ്ഞാലോ ഒടുങ്ങാത്ത ആശ, ദുഷിച്ച ആശ. ആശ എന്ന് പറഞ്ഞാൽ തന്നെ അറ്റമില്ലാത്തത് എന്നാണ് വാക്കിന്റെ അർത്ഥം. ആശ എന്നതിന് അറ്റമില്ലാത്തത് എന്നാണ്. എന്താ കാരണം? ആശ എന്നുള്ളത് ദിക്കിന്റെ പര്യായമാണ്. അതിനെ തന്നെയാണ് നമ്മളിവിടെ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കുന്നത്. ദിക്കുകൾക്ക് ആശകൾ എന്ന് പറയും. 8 ആശ എന്ന് പറഞ്ഞാൽ 8 ദിക്ക് എന്നാണ് അർത്ഥം. അപ്പൊ 8 ആശ 8 ദിക്കാണെങ്കിൽ എന്താ ആശ എന്ന് പറയാൻ കാരണം? ദിക്കുകൾക്ക് ഒരു അറ്റമില്ല. നമ്മളെങ്ങനെ തെക്കോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നാൽ തെക്കോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കാം, നെവർ എൻഡിങ്. ഒരു ഫിനിഷിംഗ് പോയിന്റ്, ഇതാ കഴിഞ്ഞു കേട്ടോ, തെക്കിന്റെ അറ്റം ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. അവിടുന്ന് പിന്നെയും തെക്ക് കിടപ്പുണ്ട്. നിങ്ങൾ എത്ര മുന്നോട്ട് പോയാലും പിന്നെയും തെക്ക് മുന്നോട്ട് തന്നെ കിടക്കും. നിങ്ങൾ കിഴക്കോട്ട് പോയിക്കൊണ്ടേയിരുന്നാൽ പിന്നെയും കിഴക്ക് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പടിഞ്ഞാട്ടേക്ക് പോയിക്കൊണ്ടിരുന്നാൽ പടിഞ്ഞാറ് അവിടെ തന്നെ ഉണ്ടാവും, പിന്നെയും പടിഞ്ഞാറ് കിടക്കും അനന്തമായിട്ട്. അപ്പൊ ദിക്കുകൾക്ക് എങ്ങനെയാണോ അവസാനമില്ലാത്തത്, ആ ദിക്കുകളുടെ പേരാണ് ആശ. ശമമില്ലാത്തത്, ഒടുങ്ങാത്തത് എന്നൊക്കെ അർത്ഥത്തിലാണ് ആശ. അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്കും ആശ എന്ന പേര്. അടങ്ങാത്തത്, ഒടുങ്ങാത്തത്, നിലയ്ക്കാത്തത്. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നതും എന്നുള്ളത് അല്ലേ? നമ്മുടെ ആഗ്രഹം അത്യാവശ്യ കാര്യങ്ങളെങ്കിലും നടന്നു പോകണേ എന്നാണ് സാധാരണക്കാരുടെ ആഗ്രഹം. നിത്യവും എന്തെങ്കിലും കഴിഞ്ഞുകൂടാനുള്ള ഒരു ജോലിയെങ്കിലും കിട്ടണേ എന്നാണ് ജോലി കിട്ടാത്തവരുടെ ആഗ്രഹം.
ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശമ്പളം കൂട്ടി കിട്ടണം, ലീവ് കൂടുതൽ കിട്ടണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ആഗ്രഹം. ബോണസ് കിട്ടിയത് പോരാ, ഓരോ വർഷവും DA ഒക്കെ ഇനിയും കൂടണം എന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ഇപ്പൊ നോക്കി നോക്കി വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പളം കൂടി 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 ആകാശം മുട്ടാറായി. പാവപ്പെട്ടവന് ഒന്നുമില്ല, ഇല്ലേ? ഒരു വല്ലാത്തൊരു അന്യായം ഇവിടെ നടക്കുന്നുണ്ട്. കേരളം എന്നുള്ളതായിട്ട് ഇവിടുത്തെ ജനസംഖ്യയുടെ 2%, 2.5% ഉള്ളിൽ ഒതുങ്ങുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ബോണസും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടി 98% ആളുകളുടെയും അധ്വാനം. ഇവർക്ക് കഷ്ടപ്പാടുകൾ മാത്രം ബാക്കി. കൃഷിക്കാരായിട്ടുള്ള പാവങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പണിയെടുത്തിട്ട്. അതുപോലെ ഓരോ രംഗത്തും പണിയെടുക്കുന്നവർക്ക് കാര്യമായിട്ട് മെച്ചമൊന്നുമില്ല, കഷ്ടപ്പാടുകൾ ബാക്കി. അപ്പൊ ഏത് കൊറോണ വന്ന് എന്ത് ലോക്ക്ഡൌൺ വന്നാലും ശമ്പളം ഉറപ്പുള്ള ആൾക്കാരാണ് ഈ സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത്. അവർക്ക് ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ല. ഇനിയും ശമ്പളം കൂടണം എന്നാണ് ആഗ്രഹം. വീട്ടിൽ 2 ജോലിക്കാരുണ്ട്, 2 പെൻഷൻകാരുണ്ട്. ആ 2 പെൻഷൻകാർക്കും 50,000 വീതം പെൻഷൻ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റേണ്ടത് പാവം അന്നന്നാളത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്ത ആൾക്കാർ. പറഞ്ഞതിൽ കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ കേൾക്കുണ്ടാവും, പെൻഷൻകാർ കേൾക്കുണ്ടാവും. എന്നോട് ദേഷ്യപ്പെടേണ്ട, കാര്യം പറയുകയാണ്. സാധാരണക്കാരുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചു കൊണ്ട് പറയുകയാണ്. നിങ്ങളും അപ്രകാരം ചിന്തിക്കുക. എന്നിട്ട് അതിന് എങ്ങനെ പാവങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ആവുന്ന കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. ചിന്തിക്കണം. മറ്റുള്ളവർക്കും എന്താണ് അവരുടെ അവസ്ഥ എന്ന് ചിന്തിക്കണം. പറഞ്ഞു വന്നത് ദുരാശാഭൂയിഷ്ട, ആശയ്ക്ക് ഒരു അടക്കവും ഇല്ല, ഒടുങ്ങാത്ത ആശ. ദുരാശാഭൂയിഷ്ടാം ഭവദ്ധ്യാന വിമുഖാം വിധിലിപിം നഹരസി. അങ്ങ് മാച്ചു കളയുന്നില്ല, അതിനെ നശിപ്പിക്കുന്നില്ല. ഇത് എന്നോടുള്ള ഉപേക്ഷയല്ലേ? യാതൊരു സംശയമില്ല. ഉപേക്ഷാനോ ചേത് നഹരസി ത്വം. ഇനി അങ്ങ് അയ്യോ വിധിലിപിയോ അത് മായ്ക്കാനൊന്നും എനിക്ക് അധികാരമില്ല എന്ന് അങ്ങ് പറയണമെങ്കിൽ അത് വെറും നുണയാണ്. അതാണ് അടുത്ത് പറയണത്. അശക്തോ യതി ഭവാൻ അശക്തഃ യതി. അങ്ങ് വിധിലിപിയെ മാറ്റാൻ ശക്തിയില്ലാത്തവനാണെന്ന് പറഞ്ഞ് ഒഴിവ് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താ? ശിരസ്തദ് വൈദാത്രം നഖലു സുവൃത്തം പശുപതേ. ഭഗവാനോട് ചോദ്യം ചോദിക്കണം. ഹേ പശുപതേ, സുവൃത്തം, ഇത് നല്ലോണം അറിയപ്പെടുന്ന കാര്യമല്ലേ? അങ്ങയുടെ ഈ ചരിത്രം ഫേമസ് അല്ലേ? ലോകം മുഴുവൻ അറിയുന്നതല്ലേ? ഏത് കാര്യം? തദ് വൈദാത്രം ശിരഃ നഖലു നഖലു എന്നാണ് തിരിച്ചിടണം. നഖലു അങ്ങ് നുള്ളിയെടുത്തില്ലേ? എന്ത്? തദ് വൈദാത്രം ശിരഃ, ആ വിധാതാവിന്റെ ശിരസിനെ അങ്ങ് നുള്ളിയെടുത്ത ചരിത്രം പ്രശസ്തമാണല്ലോ. അപ്പോ ഞങ്ങളുടെയൊക്കെ തലയിൽ എഴുതിയ ആളുടെ തല തന്നെ നുള്ളിയെടുക്കാനുള്ള ശക്തിയുള്ള ആളാണ് ഞങ്ങളുടെ തലയിൽ എഴുതിയത് മായ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. വെറുതെ അല്ലേ? നുണ പറയല്ലേ? അങ്ങ് ചില സന്ദർഭങ്ങളിലൊക്കെ മാച്ച കഥയും ഞങ്ങൾക്ക് അറിയാം. മാർക്കണ്ഡേയന് 16 വയസ്സല്ലേ തലയിൽ എഴുതിയിരുന്നത്? മാറ്റി കൊടുത്തില്ലേ അങ്ങ്? എന്നും 16 എന്ന് പറഞ്ഞിട്ട് മാച്ചു കൊടുത്തില്ലേ? 16 വയസ്സ് എന്നുള്ളതിനെ മാച്ചിട്ട് എന്നും 16 എന്നുള്ള ആയുസ് കൊടുത്തില്ലയോ കാലകാലനായ അങ്ങ്? അപ്പൊ കഴിവില്ലാതെയാണോ? അപ്പൊ ബ്രഹ്മദേവൻ തലയിൽ എഴുതിയതിനെ മായ്ക്കാൻ പോയിട്ട് ബ്രഹ്മാവിന്റെ തല തന്നെ നുള്ളിയെടുത്ത ആളാണ്. ഇത് ലോക പ്രശസ്തം, സുവൃത്തം എന്ന്. സുവൃത്തം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അറിയപ്പെടുന്ന വൃത്താന്തമാണത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന കാര്യം, സുചരിത്രം, അങ്ങയുടെ ശോഭനമായ ചരിത്രമാകുന്നു അത്. ശിവപുരാണത്തിലൊക്കെ പ്രശസ്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കഥയാണത്. അപ്പൊ ഏതാ കഥ അത്? ശിവപുരാണത്തിലൊക്കെ ഉള്ള ഒരു കഥ. എന്താണത്? ബ്രഹ്മാവും വിഷ്ണുവും കൂടി ഒരിക്കൽ ആരാണ് കേമൻ എന്നുള്ളതിനെ കുറിച്ച് തർക്കമായി. ബ്രഹ്മാവ് പറയും, സൃഷ്ടികർത്താവായ ഞാനാണ് കേമൻ, ഞാനില്ലെങ്കിൽ വിവരം അറിയാമെന്ന്. അപ്പൊ വിഷ്ണു പറയാ, സൃഷ്ടിയൊക്കെ ആർക്കും സാധിക്കും, പാലനമാണ് പ്രയാസം. അപ്പൊ ഞാനാണ് കേമൻ, ഞാനില്ലെങ്കിൽ വിവരം അറിയാം എന്ന് ഇവർ തമ്മിൽ ഒരു തർക്കം. ഇത് തീരണേ ഇല്ല തർക്കം. അങ്ങനെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവിടെ ഒരു ദിവ്യമായിട്ടുള്ളൊരു ജ്യോതിസ് പ്രകടമായി.
ഇവരുടെ രണ്ടുപേരുടെയും നടുവിൽ വന്നു നിന്നു. ആ ജ്യോതിസ് നിന്നും ഒരു അശരീരിയും ഉണ്ടായി. നിങ്ങളിൽ ആരാ കേമൻ എന്ന് തെളിയിക്കാം. ഈ ജ്യോതിസിന്റെ ആദിയും അന്തവും നിങ്ങൾ കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞു. ആ അശരീരി കേട്ടു. ഇത് കേട്ട ഉടനെ തന്നെ ബ്രഹ്മദേവൻ ഹംസരൂപത്തില് മുകളിലേക്ക് പറന്നു. എന്തിനാ? ഈ ജ്യോതിസിന്റെ അറ്റം കാണാൻ, എവിടെയാണ് ഇത് അവസാനിക്കുന്നത് എന്ന് നോക്കാൻ. അങ്ങനെ ആ ജ്യോതിസിന്റെ അറ്റത്തേക്ക് ഹംസരൂപത്തിൽ ബ്രഹ്മദേവൻ പറന്നു. മഹാവിഷ്ണു ഒരു വരാഹമൂർത്തിയായിട്ട് വരാഹരൂപം എടുത്തുകൊണ്ട് ഭൂമിയെ തുളച്ചുകൊണ്ട് താഴേക്ക് പോയി, ഇതിന്റെ മൂലം കണ്ടെത്താൻ, ആദി കണ്ടെത്താനായിക്കൊണ്ട്. അങ്ങനെ ഈ ജ്യോതിസിന്റെ ആദിയും അന്തവും തെരഞ്ഞുകൊണ്ട് രണ്ടുപേര് രണ്ടു വഴിക്ക് പോയി. എത്ര പോയിട്ടും അറ്റം കാണാതെ മഹാവിഷ്ണു പരാജിതനായി സ്വയം പരാജയം സമ്മതിച്ച് ഇത് താൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ബോധ്യം വന്ന് തിരിച്ചു വന്ന് മഹാദേവനോട് ഈ ജ്യോതിസിന്റെ മുമ്പിൽ വന്ന് വിനീതനായി നിന്നുകൊണ്ട് ഞാൻ കണ്ടില്ല എന്ന ഭാവത്തിൽ പറഞ്ഞു. മുകളിലേക്ക് പോയ ബ്രഹ്മദേവൻ എത്ര പോയിട്ടും മുകളിലേക്ക് എത്തുന്നേ ഇല്ല. ജ്യോതിസ് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം അനന്തമായിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു താഴമ്പൂവ് മുകളിൽ നിന്ന് താഴേക്ക് വരണം. താഴമ്പൂവ്, കൈതപ്പൂ എന്നൊക്കെ പറയും. ആ കൈതപ്പൂ താഴേക്ക് വരണം. ആ കൈതപ്പൂവിനോട് ബ്രഹ്മദേവനോട് കൈതപ്പൂ ചോദിച്ചു, അല്ല അങ്ങ് എവിടേക്കാ പോണെന്ന് ചോദിച്ചു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ മുകളിലേക്ക് പോകുക, അതിന്റെ അറ്റം കാണാന്ന്. അപ്പൊ ആ കൈതപ്പൂ ചിരിച്ചോണ്ട് പറഞ്ഞു, അങ്ങയുടെ ആയുസ് കഴിയുന്നല്ലാതെ അങ്ങ് മുകളിലെത്തലൊന്നും ഉണ്ടാവില്ല. ഇത് അറ്റമില്ലാത്തതാണ്. ഞാൻ അവിടുന്ന് പുറപ്പെട്ടിട്ട് അനേക കൽപ്പങ്ങൾ കഴിഞ്ഞു, ബ്രഹ്മാവിന്റെ ആയുസ്സുകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഭഗവാന്റെ ശിരസിൽ നിന്ന് വീണതാണ് ആ താഴമ്പൂ. അത് അവിടുന്ന് പുറപ്പെട്ടിട്ട് അതിനുശേഷം അനേക ബ്രഹ്മാക്കളുടെ ആയുസ് കഴിഞ്ഞു. അപ്പൊ ഈ ബ്രഹ്മദേവന് നിരാശയായി, താൻ പരാജയപ്പെടുമല്ലോ, സമ്മതിക്കാൻ പറ്റില്ല പരാജയം. ഉടനെ ഈ താഴമ്പൂവിനോട് പറഞ്ഞു, അതേ, താഴെ ചെന്നിട്ട് ഒരു സഹായം എനിക്ക് ചെയ്യണം. ഞാൻ ചെന്ന് പറയും, ഞാൻ ഈ ജ്യോതിസിന്റെ അറ്റം കണ്ടു എന്ന് ഭൂമിയിൽ ചെന്ന് പറയും. അപ്പോ അങ്ങ് സാക്ഷ്യം പറയണം ഞാൻ കണ്ടതാണെന്ന്. അങ്ങേക്കൊരു നഷ്ടമില്ലല്ലോ എന്ന് പറഞ്ഞു. ശരി, ഇന്ന് താഴമ്പൂവും സമ്മതിച്ചു. അങ്ങനെ ബ്രഹ്മദേവൻ താഴേക്ക് വന്നു. ഇവിടെ വന്നപ്പോ ഈ ജ്യോതിസ് സാക്ഷാൽ മഹാദേവനായി രൂപം കൊണ്ടു. ആ മഹാദേവന്റെ മുമ്പിൽ വിഷ്ണു ഭഗവാൻ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ കണ്ടില്ല, ആദി കണ്ടില്ല, മൂലം കണ്ടില്ല. എന്നാൽ ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ കണ്ടു എന്ന്. ഈ നുണ പറഞ്ഞ ആ ബ്രഹ്മദേവന് അന്ന് 5 ശിരസ്സാണ് ഉണ്ടായിരുന്നത്. 5 തലയുണ്ടായിരുന്ന ബ്രഹ്മദേവന്റെ ഏത് ശിരസ്സാണോ നുണ പറഞ്ഞത്, അത് അപ്പൊ തന്നെ ദേഷ്യം വന്നിട്ട് ആ മഹാദേവൻ തന്റെ കരനഖം കൊണ്ട് നുള്ളിയെടുത്തു. 5ാമത്തെ തലയെ നുള്ളിയെടുത്തു. അങ്ങനെ 4 തലയനായി. അതിനുശേഷം ബ്രഹ്മാവ് ചതുർമുഖനായി തീർന്നു. അങ്ങനെ ആ നുള്ളിയെടുത്ത ബ്രഹ്മദേവന്റെ ശിരസിനെയാണ് ഭഗവാൻ പിന്നീട് കപാലമായി ഭിക്ഷാപാത്രമായി കയ്യിൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ബ്രഹ്മദേവന്റെ ശിരസിനെ നുള്ളിയെടുത്ത് ഭിക്ഷാപാത്രമാക്കാൻ കഴിവുള്ള ആളാണ് മഹാദേവൻ. എന്നിട്ട് ഈ കൈതപ്പൂവ് സാക്ഷി പറഞ്ഞതിനെ ശപിക്കുകയും ചെയ്തു. ഇനി നിന്നെ ആരും പൂജയ്ക്കെടുക്കില്ല എന്ന് പറഞ്ഞ് കൈതപ്പൂവിനെ ശപിച്ചു എന്നും കഥ, ശിവപുരാണത്തിലുള്ള കഥയാണ്. അതിനെയാണ് ഇവിടെ സ്മരിക്കുന്നത്. ശിരസ്തദ് വൈധാത്രം നഖലു സുവൃത്തം പശുപതേ. ഇവിടെ നഖലു എന്നുള്ളത് നുള്ളിയെടുക്കുക എന്നുള്ളതിന്റെ രൂപമാണ്. ലൂഞ്ഞ് എന്നുള്ളതായിട്ടുള്ള ധാതുവിന്റെ രൂപാന്തരമാണ് നഖലു എന്നുള്ളത്. ലുനാദി എന്നാണ് രൂപം വരിക. നുള്ളിയെടുക്കുന്നു എന്നുള്ളതിന് അതിന്റെ ഒരു ലിട്ട് രൂപം പോലെ നഖലു എന്നായി മാറി. നുള്ളിയെടുത്ത ചരിത്രം സുവൃത്തമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങ് പണ്ട് ബ്രഹ്മദേവന്റെ 5ാമത്തെ ശിരസിനെ നുള്ളിയത്. കഥം വാ നിര്യത്നം കരനഖമുഖേനൈവ ലുളിതം. അങ്ങ് കരനഖമുഖേന, അങ്ങയുടെ കയ്യിന്റെ നഖത്തിന്റെ അറ്റം കൊണ്ട് മാത്രം നിർയത്നം, യാതൊരു പ്രയാസവുമില്ലാതെ നിർയത്നമായിട്ട് കഥം വാ ലുളിതം, എങ്ങനെ അത് നുള്ളിയെടുത്തത്? അപ്പോ ബ്രഹ്മാവിന്റെ നല്ല ഉറച്ച ശിരസിനെ അങ്ങേക്ക് വെറും നഖാഗ്രം കൊണ്ട് പ്രയത്നം കൂടാതെ നുള്ളിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എന്റെ തലയിലെഴുത്ത്, ബ്രഹ്മാവ് എഴുതിയ തലയിലെഴുത്ത് മായ്ക്കാനാണ് പ്രയാസം. അപ്പോ തീർച്ചയായിട്ടും അങ്ങ് മനസ്സ് വെക്കാതെയാണ്, അങ്ങ് അവഗണിക്കുകയാണ് എന്നെ. അത് ശരിയല്ല, ഇത് ബന്ധുമര്യാദയല്ല എന്ന് ഭഗവാനോട് ശണ്ട കൂടുകയാണ് ഇവിടെ 15ാം ശ്ലോകത്തില്. ഉപേക്ഷാനോ ചേത്
ന ഹരസി ഭവധ്യാന വിമുഖാം ദുരാശാ ഭൂയിഷ്ടാം വിധിലിപിമശക്തോ യദി ഭവാൻ ശിരസ്തദ്വൈധാത്രം ന ഖലു സുവൃത്തം പശുപതേ കഥം വാ നിർയത്നം കരനഖമുഖേനൈവ ലുളിതം. ഇതേ കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത ശ്ലോകവും. 16ാമത്തെ ശ്ലോകം. വിരിഞ്ചിർ ദീർഘായുർഭവതു ഭവതാ തൽപരശിരശ്ചതുഷ്കം സംരക്ഷ്യം സഖലു ഭുവി ദൈന്യം ലിഖിതവാൻ വിചാരക്കോ വാ മാം വിശദ കൃപയാ പാതി ശിവതേ കടാക്ഷവ്യാപാരഃ സ്വയമപി ച ദീനാവനപരഃ. വിരിഞ്ചിർ ദീർഘായുർഭവതു ഭവതാ തൽപരശിരശ്ചതുഷ്കം സംരക്ഷ്യം സഖലു ഭുവി ദൈന്യം ലിഖിതവാൻ വിചാരക്കോ വാ മാം വിശദ കൃപയാ പാതി ശിവതേ കടാക്ഷവ്യാപാരഃ സ്വയമപി ച ദീനാവനപരഃ. ബ്രഹ്മദേവന്റെ 5-ൽ ഒരു ശിരസ് നുള്ളിയതിനെ ഇതിലെ മലയാളം വായിച്ചില്ല, മലയാളം കൂടി വായിക്കാം. ഭൂവിൽ ദൈന്യം കുറിച്ചാ ബഹുമുഖൻ അധികം വാണിടാൻ വേണ്ടി മാത്രം താവൽ ശീർഷങ്ങൾ നാലിന്നവൻ 70 നീ കാത്തിടുന്നു നിതാന്തം അവണ്ണം ദൈന്യനാമൻ വിധിലിഖിതമതും നീക്കി രക്ഷിപ്പതിനായി ദേവാനിൻ സൽക്കടാക്ഷം പതിയുഗിലിവനും സ്വസ്ഥനായി തീരുമെന്നും. ഇത് വേണ്ടത്ര ആയിട്ടില്ല ഈ മലയാള തർജ്ജമ. ഈ ഉദ്ദേശിച്ച അർത്ഥം അല്ല, കുറച്ചൊരു മാറ്റമുണ്ട്, അതുകൊണ്ട് അത് അവഗണിക്കാം നമുക്ക്. എന്തായാലും ശങ്കരാചാര്യ പറഞ്ഞു നോക്കാം. വിരിഞ്ചിഹി ദീർഘായുർഭവതു, ഒരു അപേക്ഷ പോലെ ബ്രഹ്മാവിന് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ നടത്തുകയാണ്. ആര്? ഈ ആദിശങ്കര ഭഗവത്പാദർ. ആരോട്? മഹാദേവനോട്. അതെ, 5 തലയിൽ 1 നുള്ളിയെടുത്തു, ഇനിയേ ബാക്കിയുള്ള തലയും കൂടി നുള്ളണ്ട കേട്ടോ ആ പാവത്തിന്റെ. ഭവതാ തൽ പരശിരശ്ചതുഷ്കം സംരക്ഷ്യം. ഭവതാ ബൈ യു, അങ്ങയാൽ, തൽ പരശിര ചതുഷ്കം സംരക്ഷ്യം, അവന്റെ ആ വിരിഞ്ചിയുടെ ബ്രഹ്മദേവന്റെ പരശിരശ്ചതുഷ്കം, മറ്റ് ശിരസ്സുകളാകുന്ന 4-നെ, ചതുഷ്കം എന്നാൽ 4, അപ്പൊ ആ 4 ശിരസ്സുകളെ സംരക്ഷ്യം, അത് രക്ഷിക്കപ്പെടേണ്ടതാണ്, അതിനെ ബാക്കി വെച്ചേക്കൂ. വിരിഞ്ചി ദീർഘായുഹു ഭവതു, ആ വിരിഞ്ചൻ ബ്രഹ്മദേവൻ ദീർഘായുസ്സായിട്ടിരിക്കട്ടെ. അങ്ങയുടെ ദേഷ്യമൊന്നും അയാളുടെ നേരെ എന്നെ ചെന്ന് കാണിക്കണ്ട. ഞാനിപ്പോ ആ കഥയൊക്കെ ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ശുണ്ടി കയറിയിട്ട് ആ ബ്രഹ്മദേവന്റെ നേരെ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള തലയും കൂടി നുള്ളിയെടുക്കാനൊന്നും പോണ്ട. അങ്ങേര് ജീവനോടുകൂടി ഇരുന്നോട്ടെ. അങ്ങേരുടെ 4 തല രക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം അങ്ങേരെ ലോകത്തിന് ഉപകാരമോ ചെയ്തിട്ടുള്ളത് എന്നാ പറയണത് ശങ്കരാചാര്യ. എന്താ കാരണം? സകലു ഭുവി ദൈന്യം ലിഖിതവാൻ, സഹ അവനാണ്, ബ്രഹ്മദേവനാണ് ഭൂമിയിലെ ഭുവി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെയൊക്കെ തലയില് ദൈന്യം ലിഖിതവാൻ, ദീനാവസ്ഥയെ എഴുതി വെച്ചത്. നമ്മളൊക്കെ കഷ്ടപ്പെടാൻ വേണ്ടി നമ്മുടെ തലയില് പ്രാരബ്ധങ്ങളെയൊക്കെ കുറിച്ചു വെച്ചത് ആരാണ്? ബ്രഹ്മദേവനാണ്. അതുകൊണ്ട് അദ്ദേഹം ദീർഘായുസ്സായിട്ടിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ മറ്റേ തലകളൊന്നും നുള്ളിയെടുക്കരുത് എന്ന്. അതെന്താ? അത് നമുക്ക് വേണ്ടാത്ത ഉപദ്രവം ചെയ്ത ഒരാൾക്ക് ദീർഘായുസ് നേരുന്നത്? അദ്ദേഹത്തിന്റെ മറ്റേ തലയും കൂടി നുള്ളിയെടുക്കാനല്ലേ പറയേണ്ടത്? എന്റെ തലയിൽ ഈ വേണ്ടാത്തൊക്കെ എഴുതി വെച്ച അവന്റെ തല ബാക്കി വെച്ചേക്കരുത് എന്നല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ ഭഗവാനോട് ചെന്ന് പറയുക. ഇവിടെ ശങ്കരാചാര്യൻ മറിച്ചാ പറയണത്, എന്റെയും ഭൂമിയിലുള്ള ആളുകളുടെയൊക്കെ തലയിൽ ദൈന്യം എഴുതി വെച്ചതായിട്ടുള്ള ബ്രഹ്മദേവന്റെ 4 ശിരസ്സുകളെ അങ്ങ് നുള്ളിയെടുക്കരുത്, ഉപദ്രവിക്കരുത്. ലെറ്റ് ഹിം ലീവ് ലോങ്. അങ്ങേരുടെ ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കട്ടെ, ദീർഘായുസ്സായിട്ട് ഭവിക്കട്ടെ. വിചാരക്കോവാ മാം വിശദ കൃപയാ പാതി ശിവതേ കടാക്ഷവ്യാപാരഃ സ്വയമപി ച ദീനാവനപരഃ.
അപ്പോ ഹേ വിശദ എന്നുള്ളത് സംബോധനയാണ്, ശിവ എന്നുള്ളതും സംബോധനയാണ്. വിശദ എന്നുള്ളത് നിർമ്മലനായവനെ, ശുദ്ധനായവനെ, പരിശുദ്ധനായവനെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വിശദ. ശിവ എന്നുള്ളത് മംഗളസ്വരൂപനായവനെ. ഹേ വിശദ, ഹേ ശിവ. കോവാ വിചാര, ഇതില് അങ്ങ് അധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങ് ഹേ ശിവ ത്വം കൃപയാ മാം പാതി, അങ്ങ് കൃപ കൊണ്ട് എന്നെ രക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ ദൈന്യമുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് കൃപയുണ്ടാവുന്നത്. അപ്പൊ എന്റെ തലയിൽ ദൈന്യം ബ്രഹ്മദേവൻ എഴുതി വെച്ചത് കൊണ്ട്, എനിക്ക് ദൈന്യാവസ്ഥ ഉള്ളത് കൊണ്ട്, ഞാൻ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് കണ്ടിട്ടാണ് അങ്ങയുടെ ഉള്ളിലെ കൃപ പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങയുടെ ഉള്ളിലെ കൃപയെ, ദയയെ ഇൻവോക്ക് ചെയ്യാൻ എന്റെ ദൈന്യം സഹായിച്ചുവല്ലോ. ആ ദൈന്യത്തെ എന്റെ തലയിൽ എഴുതി വെച്ച ബ്രഹ്മദേവൻ എനിക്ക് അനുഗ്രഹമാണ് ചെയ്തത് എന്നർത്ഥം. എന്നെ ഉപദ്രവിക്കുകയല്ല ചെയ്തത്. അങ്ങയുടെ കൃപയ്ക്ക് ഞാൻ പാത്രീഭവിച്ചുവല്ലോ. ആ കൃപ എന്റെ നേരെ ഉണ്ടാവാനുള്ള കാരണം എന്റെ ദൈന്യാവസ്ഥയാണ്. ആ ദൈന്യമാവട്ടെ ബ്രഹ്മദേവൻ എഴുതിയതാണ്. അതുകൊണ്ട് മേ ഹി ലീവ് ലോങ്, അങ്ങേര് പാവം ജീവിച്ചു പൊക്കോട്ടെ, അങ്ങേരുടെ ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കട്ടെ, പാവം ദീർഘായുസ്സായിട്ട് ഭവിക്കട്ടെ. ഇതിനെക്കുറിച്ച് അങ്ങ് എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്ന് ചിന്തിക്കേണ്ട. കാരണം അങ്ങ് എന്നെ രക്ഷിക്കുന്നുണ്ടല്ലോ. എന്റെ ദൈന്യം കണ്ടിട്ട് അങ്ങ് വിശദനായിട്ടുള്ള അങ്ങ് ഹേ ശിവ തേ കൃപയാ ത്വം പാതി. ഈ ആ വിശദ എന്നുള്ള സംബോധനയെ മാറ്റി വിശദ കൃപയാ എന്ന് ഒന്നിച്ചും പറയാവുന്നതാണ്. അങ്ങയുടെ നിർമ്മലമായ കൃപ കൊണ്ട്, ശുദ്ധമായ വിശാലമായ കൃപ കൊണ്ട് അങ്ങ് എന്നെ പരിപാലിക്കുന്നുവല്ലോ. അപ്പൊ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അങ്ങയുടെ കടാക്ഷവ്യാപാര, അങ്ങയുടെ കടാക്ഷവ്യാപാരം എന്റെ നേർക്കുണ്ടാവുന്നുണ്ട്. സ്വയമപിച്ച ദീനാവനപരഹ, അങ്ങ് ദീനന്മാരെ അവനം ചെയ്യുന്നതിൽ പരനാണ്, അതിൽ മുഴുകിയവനാണ്, തൽപരനാണ്. അപ്പൊ ദീനനായിട്ടുള്ള എന്നെ അവനം ചെയ്യുന്നതിൽ, രക്ഷിക്കുന്നതിൽ തൽപരനായിട്ടുള്ള അങ്ങയുടെ കടാക്ഷത്തിന് പാത്രീഭവിച്ചു ഞാൻ, അങ്ങയുടെ രക്ഷയ്ക്ക് പാത്രമായി തീർന്നു ഞാൻ. അതിനൊക്കെ കാരണക്കാരൻ ആ ബ്രഹ്മദേവനാണ്. മൂപ്പർ എന്റെ തലയില് ദൈന്യം എഴുതി വെച്ചതാണ് എനിക്ക് സഹായമായത്, അങ്ങയുടെ പരിഗണന കിട്ടാൻ കാരണമായി തീർന്നത്. ക്യൂവിൽ എനിക്ക് മുമ്പിൽ വരാൻ പറ്റി, അർഹതയുള്ളവരിൽ ഏറ്റവും മുമ്പനായി തീർന്നു. അപ്പൊ അത് എഴുതി വെച്ച ബ്രഹ്മദേവനെ ഞാൻ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു, അദ്ദേഹത്തിന് ദീർഘായുസ് നേരുന്നു. ഇനിയും അദ്ദേഹം ആളുകളുടെ തലയിൽ ഇതുപോലെ തന്നെയൊക്കെ എഴുതി വെക്കട്ടെ. കാരണം അപ്പോഴേ അങ്ങയുടെ അനുഗ്രഹത്തിന് അവരൊക്കെ പാത്രീഭവിക്കുള്ളൂ. നേരെ മറിച്ച് ആളുകളുടെ തലയിലൊക്കെ നല്ലത് എഴുതി വെച്ചാല് അവരൊക്കെ സുഖത്തിന്റെ നെറുകയിൽ ഇരിക്കുകയാണെങ്കിൽ, ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും രോഗാദി ദുഃഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നിറഞ്ഞ് സമ്പന്നന്മാരായിരുന്നാൽ അവരൊക്കെ ഈശ്വരനെ എന്നേക്കുമായി മറക്കും. ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകത്തിന് വേണമെങ്കിൽ കടത്താം, ബൈബിളിൽ പറഞ്ഞതാണല്ലോ. ധനികന്മാർക്ക് സ്വർഗപ്രവേശം അത്ര പോലും സാധ്യമല്ല എന്ന് ബൈബിൾ അവരുടെ ഭാഷയിൽ പറഞ്ഞു. അതുപോലെ തന്നെയാണ് സമ്പത്തും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കും തോറും നമുക്ക് മതം അഥവാ പ്രൈഡ്, അഹങ്കാരം വർദ്ധിച്ചു വരും. ഈശ്വര ചിന്ത ഉപേക്ഷിച്ച് പോകും. കാരണം ഞാൻ താൻ പോന്നവനാണ്, എനിക്ക് എന്തിനും കഴിവുണ്ട്, ഞാൻ വിചാരിച്ചാൽ ധനം കൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങിക്കാം, എന്റെ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഏത് കാര്യവും നേടും, എന്റെ സൗന്ദര്യവും ആയുസ്സും ആരോഗ്യവും ഒക്കെ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എന്നിങ്ങനെയുള്ളതായിട്ടുള്ള മതം, അഹങ്കാരം നമുക്ക് സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്തോറും കൂടും, ഈശ്വര വൈമുഖ്യം കൂടും. അപ്പോ എന്റെ തലയിൽ ദൈന്യം എഴുതിയത് കൊണ്ടാണ് ഞാനിപ്പോ അങ്ങയുടെ നേരെ തിരിഞ്ഞതും അങ്ങ് എന്റെ നേരെ കാരുണ്യപൂർണം എന്നെ രക്ഷിക്കുന്നതും. ഇതിനൊക്കെ കാരണക്കാരനായ ബ്രഹ്മദേവനെ എനിക്ക് ശപിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനെ ഞാൻ കൃതജ്ഞതാപൂർവം ആശംസിക്കുന്നു, അദ്ദേഹം ദീർഘായുസ്സായിട്ട് ഭവിക്കട്ടെ എന്ന്. വിരിഞ്ചിർദീർഘായുർഭവതു ഭവദാതൽ പരശിരശ്ചതുഷ്കം സംരക്ഷ്യം സകലു ഭുവി ദൈന്യം ലിഖിതവാൻ വിചാരക്കോ വാ മാം വിശദ കൃപയാ പാതി ശിവതേ കടാക്ഷവ്യാപാരഃ സ്വയമപി ച ദീനാവനപരഃ. അങ്ങയുടെ തേ കടാക്ഷവ്യാപാരഃ മാം കൃപയാ പാതി, അങ്ങയുടെ കടാക്ഷവ്യാപാരം തന്നെ എന്നെ കാരുണ്യം കൊണ്ട് രക്ഷിക്കുന്നു. അങ്ങ് സ്വയം ദീനാവനപരനും ആകുന്നു.
അതുകൊണ്ട് അങ്ങയുടെ കടാക്ഷത്തിന് പാത്രമാക്കിയത് എൻ്റെ ദൈന്യമാണ്. ആ ദൈന്യം എഴുതിയ ബ്രഹ്മദേവൻ സ്വസ്ഥനായിരിക്കട്ടെ. അടുത്ത ശ്ലോകം നോക്കട്ടെ. ബലാദ് വാ പുണ്യാനാം മയി കരുണയാ വാ ത്വയി വിഭോ പ്രസന്നേ വിസ്വാമിൻ ഭവദമലപാദാബ്ജയുഗളം കഥം പശ്യേയം മാം സ്ഥഗയതി നമഃ സംഭ്രമജുഷാ നിലിംബാനാം ശ്രേണിഃ നിജ കനകമാണിക്യമകുടൈഃ ബലാദ്വാ പുണ്യാനാം മയി കരുണയാ വാ ത്വയി വിഭോ പ്രസന്നേ വിസ്വാമിൻ ഭവദമലപാദാബ്ജയുഗളം കഥം പശ്യേയം മാം സ്ഥഗയതി നമഃ സംഭ്രമജുഷാ നിലിംബാനാം ശ്രേണിഃ നിജ കനകമാണിക്യമകുടൈഃ. ഇവിടെ വേറൊരു പരിഭവം പറയണം, ഒരു കംപ്ലൈന്റ്. അത് കംപ്ലൈന്റ് പറയുകയാണെങ്കിലും അതിലൂടെ പരോക്ഷമായിട്ട് ഭഗവാന്റെ മഹിമയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇപ്പൊ എന്താ പറയണത്? ആ മലയാളം കൂടി നോക്കാം. എൻ പുണ്യം കായ്ക്കയാലോ കരുണയടിയനിലങ്ങു കാണിക്കയാലോ സർവേശ നിൻ പദാബ്ജം ഇവനൊരവസരം കാണുവാൻ കിട്ടിടുമ്പോൾ ദേവന്മാർ വിഭ്രമത്തോട് അതിശുഭകരമാം നിൻ പദം കുമ്പിടുമ്പോൾ ഉമ്പർക്കുള്ള ശിരോഭൂഷകൾ ഇവനു തടസ്തങ്ങളാകുന്നുവല്ലോ. അതായത് ബലാദ്വാ പുണ്യാനാം, എന്റെ പുണ്യങ്ങളുടെ ബലാത് വാ, എന്റെ പുണ്യങ്ങള് പാകമായി ഫലിച്ചു. അല്ലെ, എങ്ങനെയാണ് നമ്മളൊരു ചെടികൾ നട്ടു കഴിഞ്ഞാൽ അത് പഴങ്ങൾ ഉണ്ടാവുന്നത്, മൂത്ത് പഴുത്ത് കായ്കൾ ഉണ്ടാവുന്നത്, അതുപോലെ ഞാൻ മുമ്പ് വിത്ത് വിതച്ചിരുന്നു, പുണ്യകർമ്മങ്ങളാകുന്ന വിത്തുകൾ. അതിന്റെ പരിഭാഗം വരുമ്പോഴാണ് നമുക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ മമ പുണ്യാനാം ബലാത് വാ, എന്റെ പുണ്യങ്ങളുടെ ഫലമായിട്ടോ മയി കരുണയാവാ, എന്നോടുള്ള അങ്ങയുടെ കാരുണ്യം കൊണ്ടോ, ഇനിയിപ്പോ എന്റെ പുണ്യം കൊണ്ടാവില്ല, ചിലപ്പോ അങ്ങയുടെ കരുണയാവാ, മയി മയി എന്ന് പറഞ്ഞാൽ എന്റെ നേർക്കുള്ള എന്നിലുള്ള അങ്ങയുടെ കരുണ കൊണ്ടോ ആവാം. ത്വയി വിഭോ പ്രസന്നേ ബി സ്വാമിൻ, ഹേ സ്വാമിൻ ത്വയി പ്രസന്നേ അഭി, ഹേ വിഭോ സർവജ്ഞ സർവശക്ത, അങ്ങ് എന്റെ നേരെ കാരുണ്യം കൊണ്ടോ എന്തോ പ്രസന്നേ അഭി, അങ്ങ് പ്രസാദിച്ചു എന്നിരിക്കട്ടെ, എന്റെ നേരെ പ്രസാദിച്ചു. ഹേ സ്വാമിൻ, അല്ലയോ അങ്ങ് ആരാണ്? ലോകത്തിന്റെ മുഴുവൻ സ്വാമിയാണ്, യജമാനനാണ്. അങ്ങനെയുള്ള അങ്ങയുടെ പാദകമലമൊന്ന് ഞാൻ കാണാന്ന് വിചാരിച്ച് വന്നാല് ഒരു നിവൃത്തിയില്ല, തിരക്കുകൊണ്ടേ. അതാണ് ഭവത് അമലപാദാബ്ജയുഗളം കഥം പശ്യേയം. കഥം പശ്യേയം, ഹൗ ക്യാൻ ഐ സീ? പശ്യേയം എന്ന് പറഞ്ഞാൽ അഹം കഥം പശ്യേയം, ഞാൻ എങ്ങനെ കാണും? എന്തിനെ? ഭവത് അമലപാദാബ്ജയുഗളം, അങ്ങയുടെ നിർമ്മലമായ പാദകമലങ്ങളാകുന്ന രണ്ടിനെ, അങ്ങയുടെ രണ്ട് പാദകമലങ്ങളെ ഹൗ ക്യാൻ ഐ സീ, എനിക്ക് അവിടെ അടുത്തേക്ക് എവിടെ എത്താൻ പറ്റുന്നില്ല അങ്ങയുടെ പാദം കാണാനായിക്കൊണ്ട്. അപ്പോ എന്താ കാരണം? മാം സ്ഥഗയതി, സ്ഥഗയതി എന്ന് പറഞ്ഞാൽ എന്നെ തടയുന്നു, എനിക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. ആര്? നമഃസംഭ്രമജുഷാം നിലിംബാനാം ശ്രേണിഹി, എന്നേക്കാൾ യോഗ്യത നടിച്ച് എന്നേക്കാൾ കേമന്മാരായിട്ടുള്ള ആളുകള് മുമ്പിൽ തിരക്കണി. ആരാണത്? നമഃസംഭ്രമജുഷാം നിലിംബാനാം ശ്രേണിഹി. നിലിംബന്മാരെന്നാൽ ദേവന്മാരുടെ പര്യായമാണ്. നിലിംബന്മാര്, അവരുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ നിരകള്, ദേവസമൂഹം മുഴുവൻ നമഃസംഭ്രമജുഷാം, നമസ്കരിക്കുവാനുള്ള സംഭ്രമത്തോടു കൂടിയവരായിട്ട്, ഭഗവാനെ നമസ്കരിക്കുവാനുള്ള ആ ഒരു ആവേശത്തോടെ പരിഭ്രമത്തോടെ ഭഗവാനെ നമസ്കരിക്കാൻ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ദേവന്മാരുടെ കൂട്ടം. അപ്പോ അവരുടെ നിജ കനക മാണിക്യ മകുടൈഹി, അവരുടെ നിജങ്ങളായിരിക്കുന്ന കനക മാണിക്യങ്ങളെ കൊണ്ട് നിർമ്മിച്ച, സ്വർണം കൊണ്ടും രത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള മകുടങ്ങളെ കൊണ്ട് അങ്ങയുടെ പാദം തടയപ്പെടുന്നു. പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ദൂരെ എവിടുന്നെങ്കിലും ഒരു നോട്ടം അങ്ങയുടെ പാദങ്ങളെ കാണാന്ന് വിചാരിച്ചാൽ കൂടെ ഇവറ്റകൾ ഒഴിഞ്ഞു തന്നിട്ട് വേണ്ടേ? ഈ ദേവന്മാരുടെ കൂട്ടം അങ്ങയുടെ പാദങ്ങളിൽ വന്ന് മാറി 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 നമസ്കരിക്കുകയാണ്. അപ്പൊ അവരുടെ കനകമാണിക്യ കിരീടങ്ങൾ തടഞ്ഞ്
അങ്ങയുടെ പാദത്തിന്റെ ദർശനം എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്നേക്കാൾ കേമന്മാരായിട്ടുള്ള ദേവന്മാരൊക്കെ ഒരുപാട് പേര് അങ്ങയുടെ അടുത്ത് അങ്ങയെ സേവിക്കാൻ തിരക്ക് കൂട്ടിയിരിക്കുന്ന അങ്ങ് VIP ആണ്, സ്വാമിയാണ്, പ്രഭുവാണ്, വിഭുവാണ്. അങ്ങ് പ്രസാദിച്ചാൽ പോലും എനിക്ക് അടുത്തേക്ക് വരാനോ അങ്ങയുടെ പാദങ്ങളെ കാണാനോ ഉള്ള യോഗമില്ലല്ലോ എന്ന് പരിഭവിക്കണം. അപ്പൊ വീണ്ടും അങ്ങ് ഇനിയും എന്നെ ഒന്നുകൂടെ സഹായിക്കണം, ഇനിയും അനുഗ്രഹിക്കണം. അപ്പൊ മാത്രമേ അങ്ങയുടെ അടുത്തെത്താനും അങ്ങയുടെ പാദങ്ങൾ കാണാനും സാധിക്കുള്ളൂ എന്ന്. ഇപ്പൊ ഭഗവാന്റെ മുമ്പില് ദേവന്മാരൊക്കെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ദേവന്മാരും, ബ്രഹ്മ, വിഷ്ണു, ഇന്ദ്രാദി ദേവന്മാരൊക്കെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭഗവാന്റെ വൈഭവം പറയാതെ പറഞ്ഞു. ഇപ്പോൾ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വളരെ രസകരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ശ്ലോകം. ഫലാദ്വാ പുണ്യാനാം മയി കരുണയാവാ ത്വയി വിഭോ പ്രസന്നേഭി സ്വാമിൻ ഭവദമലപാദാബ്ജയുഗളം കഥം പശ്യേയം മാം സ്ഥഗയതി നമഃ സംഭ്രമജുഷാം നിലിംബാനാം ശ്രേണി നിജ കനകമാണിക്യമകുടൈ. ബാക്കി നാളെ കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. നാളെ 8 മണിക്ക് തോടകാഷ്ടകം.